ഹൻസിക കൃഷ്ണകുമാറിന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ ചാനൽ ഇൻസ്റ്റഗ്രാമിൽ അതിലൊരു വീഡിയോ ഇറങ്ങി 58 സെക്കൻഡിന് ഒരു വീഡിയോ ഇറങ്ങുകയും ആ വീഡിയോ വൈറലാകുകയും ചെയ്തു. അതായത് ആ ഹൻസിക വീഡിയോ പോസ്റ്റ് ചെയ്തു, സബ്സ്ക്രിപ്ഷൻ ചാനലൊക്കെ ഉണ്ടായിരുന്നു. പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റിനകത്ത് തന്നെ അവരത് ഡിലീറ്റ് ചെയ്തു. പക്ഷേ പാപ്പരാസികളുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അതങ്ങോട്ട് പരസ്യപ്പെടുത്തി. ചറവറ എല്ലാ ചാനലുകളിലും, അല്ലെങ്കിൽ ചാനലുകൾ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഈ വീഡിയോയുടെ ക്ലിപ്പ് വന്നു. ആകെ മൊത്തത്തിൽ ഹൻസികയ്ക്ക് വളരെ മോശം ഒരു ഇമേജ് തരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഹൻസിക കൃഷ്ണകുമാറിനെ അറിയാം, അതായത് നമ്മുടെ പ്രശസ്ത നടനും BJPയുടെ ഒരു നേതാവും കൂടെയായ കൃഷ്ണകുമാറിന്റെ മകളുടെ കാര്യം തന്നെയാണ് ഈ പറയുന്നത്. അവരുടെ ആ ഒരു കുടുംബം, ആ ഒരു ഫാമിലി, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. കൃഷ്ണകുമാറിനെ നേരത്തെ പോലെ അറിയാം, അദ്ദേഹം ഒരു സിനിമാ നടനാണ്, പിന്നീട് BJP നേതാവായി. അപ്പം എന്തായാലും അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് ഇവരുടെ മക്കള്, കുടുംബം, ഇവരുടെ തന്നെ യൂട്യൂബ് ചാനൽ, അങ്ങനെ കുറെ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇങ്ങനെ വന്നത്. ഇതിൽ നമുക്കറിയാം, ഇതിൽ ഒരു കുട്ടി അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിച്ച് ഫേമസ് ആയതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ കൊച്ച് അഭിനയിക്കുന്നുമുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഈ ഹൻസികയുടെ വക ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. ഏതോ ഒരു പോയിന്റിൽ, ഏതോ ഒരു നിമിഷം അബദ്ധമായിട്ട് പറ്റിയതാണ്. ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ സംഗതി കയറി അങ്ങ് കൊളുത്തി, ക്ലച്ച് പിടിച്ചു, ഭയങ്കര വൈറലായിപ്പോയി. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ 260 രൂപയിൽ നിന്ന് ഏകദേശം ഒരു 399 രൂപയിലേക്ക് ഉയർത്തുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ആ വീഡിയോ ഡിലീറ്റ് ആക്കി. പക്ഷെ പിന്നീട് ആ കുട്ടിക്ക് നേരെ ഭയങ്കര സൈബർ ആക്രമണങ്ങളായിരുന്നു. സൈബർ ആക്രമണം ഭയങ്കരമായ രീതിയിൽ ഭയങ്കര മോശമാക്കി ആ കുട്ടീനെ ചിത്രീകരിക്കുന്നു. അതായത് പറ്റിപ്പോയി, അബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലാക്കി അത് തിരിച്ചെടുത്ത സമയം കൊണ്ടാണ് ഈ ഓൺലൈനിൽ ഇങ്ങനെ കണ്ണും പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നേരെ വലിച്ചു കയറ്റി സംഗതി വെട്ടിക്കുത്തി കുളവാക്കി. അതായത് ആ ഫാമിലിയിലെ എങ്ങനെയൊക്കെ വലിച്ചു കയറി കുളവാക്കാവോ ആ രീതിയിലേക്ക് സംഗതി പോയി. അഹാന കൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു സിനിമ താരമുണ്ട്. അതായത് കൃഷ്ണകുമാറിന്റെ മറ്റൊരു മകളാണ്. അവര് സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. അപ്പൊ ആ ഇടയ്ക്കാണ് ഈ കുട്ടിയുടെ വീഡിയോയും ഇതുപോലെ തന്നെ വന്നത്. അപ്പം ഇങ്ങനെ വന്ന വീഡിയോ പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളും അതായത് ഒരാളെ കീറി മുറിക്കാം. പിന്നെ മാത്രമല്ല, അദ്ദേഹം BJPയുടെ നേതാവും കൂടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു BJPക്കെതിരായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ BJPയുടെ ആളെന്നുള്ള രീതിയിൽ അവരെ ചാണകം, സംഘീയം, അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ എല്ലാം, സംഘീയുടെ മൂലം പല രീതിയിൽ അവരായിട്ട് ആക്രമിക്കാവുന്ന രീതിയിൽ എല്ലാം സെറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ അവരൊരു എക്സ്പ്ലനേഷൻ, ഒരു മറുപടി വീഡിയോ അല്ല, ഒരു പോസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ചെയ്തത് തെറ്റായിപ്പോയി, അവർക്ക് പറ്റിപ്പോയി, ഏതോ ഒരു ദുർബല നിമിഷം, നമ്മളീ പറയത്തില്ല, ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ പോലെ സെയിം സിറ്റുവേഷൻ, സെയിം ഡയലോഗ് തന്നെ അവർ പറഞ്ഞു. ഏതോ ഒരു അബദ്ധത്തിൽ, ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവർക്ക് പറ്റി, അവർ ആ തെറ്റ് പറ്റിയെന്ന് മനസ്സിലായതോടെ തിരിച്ചെടുത്തു. പക്ഷെ അത് പാപ്പരാസികൾ കയറി അത് കൊത്തി വലിച്ച് കുളവാക്കി, ഒരു പരുവത്തിലാക്കി. നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗിക ദാരിദ്ര്യം ഒരുപാട് ഉള്ള ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. ഒരു ശകലം, ഒരല്പം തുണി മാറിയിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പം ഈ ഒരു ലെവലിലേക്ക് പോകും. ഈ ഒരു ലെവലല്ല, നോട്ടം അത്യാവശ്യം ഇങ്ങനെയൊക്കെ പോകും. ഇതൊക്കെ പല രീതിയിൽ പലരും പല രീതിയിൽ ഉപയോഗിക്കും. ചിലപ്പോൾ നോട്ടമാകും, ചിലപ്പോൾ ചേഷ്ടയാകും, അങ്ങനെ പല രീതിയിൽ. അപ്പം ഇങ്ങനെ ലൈംഗിക ദാരിദ്ര്യം ഉള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് അത്യാവശ്യം അവർ ഫേമസ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നതാണ്. അവിടെ ഒരു ലൈം ലൈറ്റ് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ കുട്ടിയെക്കുറിച്ച് ഇവരെല്ലാം ഒരു വ്ളോഗൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത്യാവശ്യം ആളുകൾക്കറിയാം, അവർ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവരിങ്ങനെ ചെയ്തപ്പോൾ അവർക്കത് പറ്റിപ്പോയി. പക്ഷെ ഇതിന് അവർ എക്സ്പ്ലനേഷൻ തന്നു, അവർക്ക് പറ്റിപ്പോയതാണ്, അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറയുന്നുണ്ട്. ഒന്നും വിചാരിച്ച് ചെയ്തതല്ല. പിന്നെ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം അവർ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഈ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഏറ്റവും കൂടുതൽ ഇപ്പം ഇവരുടെ കാര്യം മാത്രമല്ല, ചില സ്ത്രീകൾ ഉപയോഗിക്കുന്നത് തന്നെ അത്യാവശ്യം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല ചിക്കൻ കറി വെക്കുന്ന പോലെ പാചകം ചെയ്ത് മുന്നിൽ വെച്ചേക്കുക, കണ്ടാൽ കഴിക്കാൻ തോന്നുന്ന രീതിയിൽ, ഈ രീതിയിൽ തന്നെ പറയണം എന്നെനിക്ക് തോന്നി. കാരണം ആ ഒരു അവസ്ഥയാണ്. ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോസോ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഓരോ കാര്യങ്ങളുടെ അടിയിൽ വരുന്ന അറയ്ക്കുന്ന കമന്റ്സും കാര്യങ്ങളും കാണുമ്പോൾ നമുക്കറിയാതെ പറഞ്ഞു പോകും. ചില സ്ത്രീകൾ ഇത് ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ നമുക്കറിയാം, പർപ്പിൾ എന്ന് പറയുന്ന ഹെലികോൺ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടായിരുന്നു, സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. അവരുടെ ഏകദേശം 1 കോടി രൂപയ്ക്ക് മേളിൽ തന്നെ അവർക്ക് വരുമാനം മാസം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം
ആ ഒരു രീതിയിലേക്ക് പറയുകയാണെങ്കിൽ ഈ അഹാനയല്ല ഹൻസികയുടെ ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം 1000 ചില്ലുവാൻ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു, 4000-ലേക്ക് ഉയർന്നു. അതെല്ലാം കൂടെ കണക്ക് കൂട്ടി വരുമ്പോൾ ഒരു മാസം 18 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. പക്ഷെ എന്തായാലും ഈ ഒരു ലെവലിൽ അവരുടെ സബ്സ്ക്രിപ്ഷനിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു എമൗണ്ട് അവരെന്തോ ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് അവരത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവർക്കുണ്ടായ സൈബർ ബുള്ളിങ് കാര്യങ്ങൾ എല്ലാം കൊണ്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരത് തെറ്റ് തിരുത്തി അവർക്കത് എന്താ പറയുന്ന ആ ഒരു പറ്റിപ്പോയി എന്നുള്ള പറയുന്ന ഒരു മനോവേദനയുണ്ട് അവർക്ക്. അപ്പൊ അതുകൊണ്ട് അവരത് ശരിക്കും പറഞ്ഞു, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെ വന്ന് പറഞ്ഞു. അതായത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടു പറഞ്ഞു. ഇത് 2-3 പേജുള്ള കാര്യങ്ങളാണ്. അവരവരുടെ മാനസികാവസ്ഥ, മാനസിക വിഷമം. കാരണം ഒരു എടുത്തിയാട്ടം കൊണ്ട് നമുക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. നമ്മൾ ഒരു കാര്യത്തിലേക്ക് ചാടി എടുത്ത് വീണ് കഴിയുമ്പോൾ അതിന് വരുമരായിക്ക് ആദ്യം നോക്കത്തില്ല, പക്ഷെ വീണ് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ ദൈവമേ പണി പാളിയല്ലോ എന്നുള്ളത്. അപ്പൊ ആ ഒരു പണിപാളൽ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്കും ശരിയാ, തെറ്റുകൾ ആർക്കും സംഭവിക്കാം, പക്ഷെ അത് തിരുത്താനും പറ്റിപ്പോയതിന് മാപ്പ് പറയാനും കാണിക്കുന്ന ഒരു മനസ്സ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാണാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അതിനെ പോലും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ജെൻസിയെ മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കിളവന്മാരോ ഈ പറയുന്ന ആ ഒരു പരുവത്തിലുള്ള അത്യാവശ്യം മുതുക്കന്മാർ വരെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. അതിന് ഒരു കാലഘട്ടത്തിലെ ആളുകളെന്ന് പറയാൻ പറ്റില്ല. എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു ദാരിദ്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്നത് പോലെ പറ്റിപ്പോയി എന്നുള്ളത് അവർ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോയുടെ ക്ലിപ്പ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് റിമൂവ് ചെയ്തെങ്കിലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇതിങ്ങനെ പോകുന്നുണ്ട്. അത് ഇങ്ങനെയാണ്. സാധാരണ ഒരു വീഡിയോ ക്ലിപ്പൊക്കെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ഒരു പരിധി വരെയൊക്കെ നീക്കം ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും ഇത് എന്താ പറയുന്നത്, ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പം എന്തായാലും അവർക്ക് അവരുടെ ആ ഒരു ഫാമിലിക്ക് അതൊരു ഭയങ്കര എന്താ പറയുന്നത് വിഷമമായിട്ടുണ്ടാവും. ടോട്ടലി കൃഷ്ണന്മാർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല മോളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വീഡിയോ വരുമെന്ന്. പക്ഷെ അവർ വളരെ ഫ്രീ ആയിട്ട് അപ്പൻ എന്താ പറയുക മക്കളെ വളരെ ഫ്രീ ആയിട്ടാണ് കാര്യങ്ങൾ വിട്ടിരിക്കുന്നത്. കാരണം അപ്പനറിയാം മക്കള് വേറെ അബദ്ധങ്ങളൊന്നും കാണിക്കത്തില്ല എന്നുള്ളത്. അത്രയ്ക്ക് ഒരു ഫ്രീ മൈൻഡിൽ ഒരു ഫ്രണ്ട്ലി മോഡാണ് അവർ പോകുന്നത്. പക്ഷെ ആർക്കാം എവിടെയാണേലും ഒരു അബദ്ധം പറ്റും. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന റോഡിൽ ഒരു കുഴി അറിയാതെ വന്ന് നമ്മൾ അതിൻ്റെ ചാടി പോകാന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതിൽ നിന്ന് തിരിച്ചു കയറാനുള്ള ഒരു സമയമുണ്ട്. ആ കുട്ടി എന്തായാലും തിരിച്ചു കയറി. പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംവിധാനം നമുക്കറിയാം, ഇത് ഒരുപാട് പേരെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം രേണുസുതി ആണെങ്കിൽ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഒരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ പലരും എന്താ പറയുന്നത് ഇട്ടിട്ടുണ്ട്. റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം മാരക വരുമാനമാണ്. മറ്റൊരു രസകരമായ കാര്യം ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. ഈ സ്ത്രീകളെല്ലാം ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ ചാനലും പരിപാടികളും എല്ലാം തുടങ്ങി ഇങ്ങനെ അഴിഞ്ഞാട്ടം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുരുഷന്മാരെന്ത് ചെയ്യും? പുരുഷന്മാരവിടെ മറ്റേ സബ്സ്ക്രിപ്ഷൻ ചാനൽ തുടങ്ങിയിട്ട് മുണ്ട് വരച്ച് മണിയാട്ടി കാണിക്കണം. അതിന് ഇത് കയറുമോ? അല്ല, ഓരോ തോട്ട്സ് വരുന്നതാണ്, പലരും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സംഭവം എന്തായാലും പറ്റിയത് പറ്റി. പക്ഷെ അവരതിൽ നിന്നും റിക്കവറായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഈ മെറ്റ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ട് കുറേ സ്ത്രീകൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ ചാനൽ വെച്ച് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെ കാശുണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ കാര്യം. എന്തായാലും ഇത് അങ്ങനെ ഒരു കാര്യമല്ല. അവരെ പറ്റിപ്പോയ ഒരു തെറ്റ് അവരുടെ കയ്യിൽ നിന്ന് മാറിപ്പോയി എന്നും പറഞ്ഞ് അവർ ശരീരഭാഗങ്ങൾ ഒന്നും കാണിച്ചിട്ട് ഒന്നുമില്ല. അതായത് നോഡായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. അവർ ജസ്റ്റ് എന്താ പറയുന്നത് ഇങ്ങനെ ഒരു വസ്ത്രം, ഒരു ഓവർകോട്ട് പോലത്തെ ഒരു സാധനം ഇങ്ങനെ മാറ്റി അവരുടെ പ്രൈവറ്റ് പാർട്സ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു അല്പം ഒന്ന് കടന്നു പോയ പോലെയാണ്. പക്ഷെ അവിടെ അവർക്ക് തെറ്റ് മനസ്സിലാക്കി അവർ തിരിച്ചു വന്നിട്ടുണ്ട്. എന്തായാലും ആർക്കും അബദ്ധം പറ്റാതിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. ആർക്കും പറ്റരുത്. അല്ലെങ്കിൽ പിന്നെ അതുപോലൊരു മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കണം. കാണട്ടെ, നാട്ടുകാർ കാണട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കണം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഈ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവരത് വിവേകപൂർവ്വം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ലോജിക്കൽ കാര്യങ്ങൾ അവരുടെ ആ ഒരു നോട്ട്സിൽ തന്നിരിക്കുന്ന എക്സ്പ്ലനേഷൻ അല്ല, അവരൊരു 2-3 പേജുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിലെ വിഷമങ്ങൾ എഴുതിയതിൽ കുറച്ച് കാര്യങ്ങൾ അബദ്ധം പറ്റിയതാണ് എന്ന് പറയുമ്പോഴും ആ വീഡിയോ ആദ്യം ഷൂട്ട് ചെയ്തത് എഡിറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും അവരത് മാറ്റി അവർക്കൊരു തിരിച്ചറിവുണ്ടായല്ലോ, അത് തന്നെ കാര്യം.